2006 ജനുവരി. ആ ജനുവരിയിൽ ഒരു പ്രഭാതം ഉണർന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു കൊലപാതകം കൂടി അറിഞ്ഞുകൊണ്ടാണ്. 2025 ജനുവരിയിലാണ് ചെന്താമരൻ 2 പേരെ പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകത്തിലൂടെ കൊല്ലുന്നത്. സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം ആര് ചെയ്തത്? നമ്മുടെ ഈ ചെന്താമരൻ ചെയ്തത്. വളരെ വലിയ ഒരു വിഷയമാണത്. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ, നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷയാണ് പാലക്കാട് സെഷൻസ് കോടതിയുടെ വിധി. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസെന്നും അതുകൊണ്ട് മറ്റൊരു വിധിയും കൊടുക്കുന്നതിൽ കാര്യമില്ല എന്നും ഈ പ്രതി നേരത്തെയും ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രതിയോട് എന്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രതി പറഞ്ഞത്, ഞാൻ ഇറങ്ങിയാൽ ഇനിയും കൊലപാതകം ചെയ്യും. അങ്ങനെയുള്ള ഒരാൾ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം വലിയ സമൂഹത്തിനും ആളുകൾക്കുമെല്ലാം വലിയ ഭീഷണിയാണെന്നും യാതൊരുവിധ മാനസാന്തരത്തിനും സാധ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ ഇരുഭാഗത്തിൻ്റെയും വിശാദമായ വാദം കേട്ടതിന് ശേഷമാണ് സെഷൻസ് ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രഖ്യാപിച്ചത്. ചെന്താമര 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഇത് സുധാകരൻ്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഭാഗത്തിന് എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. തുക നൽകാൻ ചെന്താമര കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ സഹായം നൽകണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും സൈക്കാട്രി റിപ്പോർട്ടുകളും ശരിവെക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രതിക്ക് അങ്ങനെ മാനസിക സംഘർഷമൊന്നുമില്ല. നെന്മാറ തിരുത്തമ്പാടം ബോയിൽ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 2025 ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു നാടിനെ നടുക്കിയ വീണ്ടുമുള്ള ഇരട്ട കൊലപാതകം ചെയ്യാൻ അദ്ദേഹം തയ്യാറായത്. ഗാന്ധിയല്ല താനെന്നും അങ്ങോട്ട് പ്രശ്നത്തിന് പോകാറില്ല ഞാൻ, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ലെന്നും പ്രതി കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതും കോടതി ചൂണ്ടിക്കാണിക്കുക. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഇരകളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ല. പ്രകോപനം ഇല്ലാതെയാണ് ചെന്താമരയുടെ കുറ്റകൃത്യം. മാനസാന്തരപ്പെടാനുള്ള സാധ്യത കൂടി നോക്കിയാണ് ശിക്ഷ വിധിക്കാറുള്ളത്. അപ്പോൾ സമൂഹത്തിന് പ്രതി പ്രശ്നക്കാരനാണെങ്കിൽ വധശിക്ഷ നൽകാമെന്ന് വിവിധ കോടതി വിധികൾ ഉണ്ട്. എല്ലാ കുറ്റവാളികൾക്കും ഭാവിയുണ്ട്. എല്ലാ വിരുദ്ധർക്കും വിശുദ്ധർക്കും ഭൂതവുമുണ്ട്. സുധാകരൻ്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്. കൊലപാതകങ്ങൾ ചെയ്തതിൽ പ്രതിക്ക് കുറ്റബോധമില്ല. ജാമ്യം ലഭിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയത്. ചെന്താമര വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളയാളാണെന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. അപ്പോൾ വളരെ വലിയ ഒരു കേസാണ് ചെന്താമരയ്ക്കെതിരെ വന്നത്. ആ കേസിൽ ഇനിയും അദ്ദേഹത്തെ സൂക്ഷിച്ച് പുറത്തുവിട്ടാൽ വീണ്ടും കൊലപാതകങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത്. ഇനിയിപ്പോൾ സെഷൻസ് കോടതി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്. ഇങ്ങനെ ഒരു പരമ്പരയുണ്ട്. പിന്നെ ദയാഹർജിയുണ്ട്. എന്തായാലും അതുവരെ ചെന്താമര സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജയിലിൽ കിടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തൃശ്ശൂർ വെയ്യൂർ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിലിൽ സബ് ജയിലുകളിലോ കിടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ചെന്താമരയുടെ മരണം, ഇതുപോലെ ധാരാളം ആളുകൾ, മരണമല്ല ഈ കൊലപാതകം, ഇതുപോലെ ധാരാളം ആളുകൾ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്ന കാഴ്ച കേരളത്തിൽ വളരെ കൂടുതലാണ്. മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും മറ്റുമെല്ലാം കൂടി, സാമ്പത്തിക താല്പര്യം, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടിയാണ് കേരളത്തിൽ ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ചെന്താമരയ്ക്ക് എത്ര വലിയ ശിക്ഷ കൊടുത്താലും, ചെന്താമര മാർക്ക് കൊടുത്താലും വീണ്ടും ജനം പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിത് എല്ലാവർക്കും പാഠമാകേണ്ട വിധികളാണ്. പക്ഷേ എന്ത് ചെയ്യാം, ആർക്കും ഒരു പാഠവും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യും. ചെന്താമരൻ തന്നെ കോടതിയിൽ പറഞ്ഞത്, എന്നെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ എന്നെ ജാമ്യത്തിൽ വിട്ടാൽ ഞാൻ ഇനിയും കൊല്ലും, ഞാൻ അങ്ങോട്ട് പോയൊന്നും ചെയ്യാമല്ലോ, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കൃത്യമായി കൊന്നിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ മനസ്സുകാരനാണ് ഈ ചെന്താമരൻ. അപ്പോൾ അതുകൊണ്ട്
ഇത്തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വളരെ കൂടി വരുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ആശങ്കയും ഉത്കണ്ഠയും. അതുകൊണ്ട് തന്നെ ഏത് ശിക്ഷയും വളരെ പ്രധാനപ്പെട്ട ശിക്ഷകളാണ്. ആ ശിക്ഷാ വിധികൾ നടപ്പിലാവട്ടെ. പക്ഷേ അത് നടപ്പിലാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ്. സമൂഹത്തിൽ കൊലപാതകങ്ങൾ ധാരാളമായി നടക്കുന്നു എന്നുള്ളത്, ഇരട്ട കൊലപാതകങ്ങളും മാതാപിതാക്കളെ ഒന്നിച്ചു കൊല്ലുന്നതുമൊക്കെ ഒരു ഫാഷനായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു ജാഗ്രത കൂടി സമൂഹം പുലർത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചെന്താമരന് വധശിക്ഷ കിട്ടിയതിനെ നമുക്ക് തെറ്റ് പറയാനാകില്ല, അത് ന്യായീകരിക്കാനും നമ്മളില്ല. പക്ഷേ എന്തായാലും അത് ബാക്കി കോടതികൾ ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും അതിക്രൂരമാണ് ചെയ്ത കൊലപാതകങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനൊരു മാപ്പും അർഹിക്കുന്നുമില്ല.